തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ കൊമ്പൊടി ഞാമാക്കൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള ഒരു ചെറിയൊരു തെരഞ്ഞെടുപ്പ് സംവാദമാണ് ഇനി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. 24ന്റെ പ്രിയപ്പെട്ട അവതാരകൻ പി ജെയിംസിന്റെ ജന്മനാടാണ് ഈ കൊമ്പൊടി ഞാമാക്കൽ. അങ്ങനെയാണ് ഈ കൊമ്പൊടി ഞാമാക്കൽ ചരിത്രത്തിലേക്ക് ചേക്കേറുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം പി ജെയിംസ് അല്പം രാഷ്ട്രീയ ചർച്ചയിലാണ്, ലേശം ചൂടിലാണ്, കക്ഷി രാഷ്ട്രീയം പറയുമ്പോൾ. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഗ്രാമത്തിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയും. നീണ്ട പേരാണ് കൊമ്പൊടി ഞാമാക്കൽ. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ കുതിരപ്പട വന്നു നിന്ന ഒരു ആല്, കൊമ്പൊടി ഞാമാക്കലിലെ ആലിൻ്റെ ചില്ല ഒടിഞ്ഞു വീണുവെന്നും കൊമ്പൊടിഞ്ഞാൽ എന്നുള്ളത് പിന്നെ കൊമ്പൊടി ഞാമാക്കലായി എന്നാണ് ഒരു കഥയുള്ളത്. എൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ് എൻ്റെ ചുറ്റും ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫീല് കിട്ടുക, ഞങ്ങളുടെ ഗ്രാമം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനുള്ള ഒരു ശ്രമത്തിലാണ്. എനിക്ക് തോന്നുന്നു കിട്ടൻ മാഷ് തുടങ്ങുകയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു നിർണായകമായ സ്വാധീന ശക്തിയായിട്ട് വരാൻ പോകുന്നു എന്നുള്ള ഭീഷണിയാണ്. അതൊരു ഭീഷണിയായിട്ടാണ് ഞാൻ കാണുന്നത്. വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. 4 or 5 സീറ്റിൽ, ഒരുപക്ഷെ അതിൽ കൂടുതൽ സീറ്റുകളിൽ BJP കടന്നു വരാം എന്നുള്ള ഒരു സാധ്യത, നിയമസഭയിലേക്ക് എത്തും എന്നുള്ള സാധ്യതയാണ്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ BJP കടന്നു വരാതിരിക്കാനായിട്ട് ഈ 2 മുന്നണികളും അവരുടെ കടന്നുവരവിനെ തടയുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാന രാഷ്ട്രീയ ചുമതലയായിട്ട് എനിക്ക് തോന്നുന്നത്. പിയൂഷ് ജോസ് ഇവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, അറിയപ്പെടുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എന്താണ് പിയൂഷ് ജോസിന് പറയാനുള്ളത്? BJP അങ്ങനെ നമ്മൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്. അവരെ നമ്മളങ്ങനെ ഒരു തൊട്ടുകൂടായ്മ വെച്ച് അങ്ങനെ ഒരു നിലപാട് എനിക്കില്ല. പക്ഷേ അവരുടെ തീവ്ര വർഗീയ നിലപാടുകളിൽ എതിർപ്പുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. കിട്ടൻ മാഷ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അങ്ങനെ ഒരു കൺസിഡറബിളായിട്ടുള്ള മുന്നേറ്റം നടത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ആളൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി റോസ്ലി ഫ്രാൻസിസ് ഇവിടെയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നമുക്ക് ഈ ശക്തമായ ഒരു പ്രതിഷേധം ഇത്തവണ ജനങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ നിയമസഭ ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയനോടുണ്ട്. അതൊരു ഭയങ്കരമായ ശക്തമായ ഒരു എതിർപ്പാണ്, ഒരു എതിർപ്പിൻ്റെ ഒരു വികാരമാണ്. അവർ ഈ ഇലക്ഷൻ കാത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഇലക്ഷൻ, ആ വോട്ട് എന്ന ആയുധം ഉപയോഗിക്കാൻ വേണ്ടി കണക്കാക്കി തന്നെ ജനങ്ങൾ അതിന് എതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കൂടുതലും മുൻതൂക്കം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തന്നെ ആയിരിക്കണം. ജയകുമാറും ജോസ് പിയൂസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്, ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ ജയകുമാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതിക്ക് മേലെ തോണി, അത് ഇറക്കാൻ ആവശ്യമുള്ള ധൈര്യമുള്ള ആൾക്കാരാണ് വേണ്ടത്. അതാണ് നമ്മളുടെ 2016 നമ്മൾ കേരളം അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അതിനെല്ലാം നേരിട്ടത് ഈ ഇത്രയും മനസാന്നിധ്യവും അതുപോലെ തന്നെ ധൈര്യമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇനി അടുത്തുള്ള 5 വർഷം അദ്ദേഹത്തെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ബിന്ദു ടീച്ചർ വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും BJPയെ കുറിച്ചുള്ള അത് കേൾക്കാനെന്തില്ല. സുനിൽ ബിന്ദുവിന് ഒരു പക്ഷേ അങ്ങനെ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടേറെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇരു മുന്നണികളും ഈ നാട്ടിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ടിട്ടുള്ളത്. BJPയുടെ മതേതരത്വ സ്വഭാവം നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ കണ്ടു മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാബു തോമസ്, ഈ ഗവൺമെൻറ്റിനുള്ള എതിർപ്പ് വലിയ വ്യാപകമായ രീതിയിലുള്ള കാണിക്കുന്ന തരത്തിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ്റെ സ്ഥാനാർത്ഥി പര്യടനം, അദ്ദേഹത്തിന് ഏറ്റവും ശക്തി കുറഞ്ഞ പടിയൂർ പ്രദേശത്ത് പോലും അത്ഭുതമായ രീതിയിലാണ് ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് ഈ ജനങ്ങൾ അങ്ങേറ്റം ഈ സർക്കാരിന് വെറുത്തിരിക്കുകയാണ്. ഞാൻ ഈ തിരഞ്ഞെടുപ്പ് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ് രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, ഏത് ഗ്രാമത്തിലെ പോലെയും തീവ്രമായ രാഷ്ട്രീയം ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ എല്ലാവിധ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൈജു രാഷ്ട്രീയക്കാരനാണെന്ന് അറിയാം, എന്നാൽ അല്പം രാഷ്ട്രീയം കുറച്ചിട്ട്
ഇനിയിപ്പോൾ ആരോ ജയിക്കുക ആരോ തോൽക്കാന്നുള്ള വിഷയമല്ല, കാരണം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനമായി, വിഷയം മാറ്റ്. പിന്നെ കൊമ്പിടി ഞാമക്കൽ എന്ന് പറഞ്ഞൊരു മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ചന്ദനക്കുടമായാലും ജനുവരി 28 അല്ലെങ്കിൽ മകരം 15 ആഘോഷിക്കുന്ന ചന്ദനക്കുടമായാലും കുഴിക്കാട്ടിശ്ശേരി അമ്പുപെരുന്നാളായാലും ഐപ്പങ്കാവായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അത് തന്നെ ഈ നാടിൻ്റെ അഭിമാനമാണ്. എല്ലാ വീട്ടുകാരും ഞങ്ങൾ അന്ന് ആ ദിവസം കാത്തിരിക്കും, ഐപ്പങ്കാവിലേക്ക് പോകാനും അല്ലെങ്കിൽ കുഴിക്കാട്ടിശ്ശേരി പള്ളിക്ക് വരുന്നതിന് വേണ്ടി ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. പിന്നെ കിട്ടമാഷ് പറഞ്ഞ പോലെ BJPയെ കുറിച്ച് പേടിക്കണ്ട, ഈ തവണ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. പീറ്ററിന് ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം മാറ്റി നിർത്തി കൊമ്പിടി ജാമാക്കലിനെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അവരെ വിലയിരുത്തേണ്ടത് കൊമ്പിടിയിൽ നമുക്ക് എന്ത് ചെയ്തു തന്നു എന്നതിനെക്കുറിച്ച് ആണ് നമുക്ക് വിലയിരുത്തേണ്ടത്. നമ്മൾ കൊടുക്കേണ്ട വോട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രമുഖനായിട്ടുള്ള കവിയാണ് അനീഷ്. എൻ്റെ പ്രിയപ്പെട്ട മാഷായിരുന്ന അമീത് ബാബു മാഷിൻ്റെ മകനാണ്. ഒരു കവിത ചൊല്ലിയാൽ നന്നായിരിക്കും. മരിക്കുന്നത് വരെയും ജീവിക്കാമെന്ന് കരുതുന്നേയില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ മാത്രം വർത്തമാനകാല ബോധം ഇല്ലാതില്ലേ? ഖബറടക്കണമെന്നോ കത്തിക്കണമെന്നോ കടലിൽ ഒഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ശവത്തിന് എങ്ങനെയായാലെന്താ? പിന്നെ എങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവും? വെടിയേറ്റ് വീഴുകയോ വെട്ടേറ്റ് വീഴുകയോ ചെയ്യുമ്പോൾ കമഴ്ന്നാവണേ എന്ന് മാത്രമാണിപ്പോൾ ആശിക്കുന്നത്. പോണ പോക്കിൽ ഈ മണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് പോവാലോ. എല്ലാവർക്കും 24ൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ സ്വന്തം കൊമ്പിടി ജാമാക്കലിൽ നിന്ന് PP ജെയിംസ്, ക്യാമറാമാൻ വരുൺ മുംബൈയോടൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.